ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. പൊന്നൂസ് ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉത്രാടപ്പാച്ചിലായി, എല്ലാവരും ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. യുഎയിലായതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ചും പെറുക്കിയൊക്കെ വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പം വാവകൾക്കുള്ള വളയും മാലയും എല്ലാം മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തൊട്ടടുത്താണ്, ഇപ്പോൾ നമുക്ക് നടന്നു പോകുന്ന ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവരെ ഒരുക്കുകയാണ് കേട്ടോ. ഇവരാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, എവിടെയോ കറങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു മട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഓണത്തിൻ്റെയൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓണം എന്നൊക്കെ പറഞ്ഞറിയാം. അപ്പോൾ ഈ ലൈറ്റ് കത്തുന്ന ഷൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആകെ അത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ഓഫറിൽ വന്നായിരുന്നു. അപ്പോൾ ഇസമോൾക്ക് ആ ടൈമിൽ ഒരു ബാഗും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നെന്താണോ ബാഗ് എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെയും പെറുക്കി എടുത്തുകൊണ്ട് ഉത്രാടപ്പാച്ചിലിന് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഉത്രാടപ്പാച്ചിൽ എല്ലാവരും എങ്ങനെയായി? എല്ലാവരുടെയും വീടും അടുക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ആണെങ്കിൽ പിള്ളേരുള്ളത് കൊണ്ട് അധികം എത്ര ഒതുക്കിയാലും അങ്ങനെ അങ്ങ് ഇരിക്കുകയുള്ളൂ കേട്ടോ. ഒരു 5-10 സെക്കൻഡ് മിനിറ്റ് ആ ഒരു കാലാവധി ആ അടുക്കലും ഒതുക്കലിനൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെയും ആസ് യൂഷ്വൽ അലങ്കോലം തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി നടന്നു പോകുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ വണ്ടിക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പം കുറേ ഞാൻ വിചാരിക്കുന്നതിൻ്റെയും അപ്പുറമായിരുന്നു. കുറേ വളകളുണ്ടായിരുന്നു. പിന്നെ അത് സത്യം പറഞ്ഞൊരു ഫ്ലവർ ഷോപ്പാണ്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുപ്പിവളകൾ, കുഞ്ഞുങ്ങൾക്കുള്ള കരിവളകൾ, അങ്ങനെ കുറേ സെറ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ മസാലകൾ, പിന്നെ ഈ ഒരുപാട് ഈ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഷോപ്പായിരുന്നേ. ബ്ലോക്ക് എന്ന് പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്കിൽ പെട്ട ഒരു 5-10 മിനിറ്റോളം അങ്ങനെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ തന്നെ വേണം എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം താഴത്തെ തട്ടിലായിരുന്നു ഇവരുടെ കരിവളകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഓണത്തിന് ഇവരുടെ ഔട്ട്ഫിറ്റിനനുസരിച്ചിട്ട് ഈ കളർ വളകളൊക്കെ എടുക്കാം, കമ്പി വളകളൊക്കെ ഉണ്ടല്ലോ, അതെടുക്കാമെന്നൊക്കെ ആയിരുന്നു ഞാൻ ഓർത്തുകൊണ്ട് പോയത്. പക്ഷേ ഇവർക്ക് ഒന്നും അത് കയറുന്നുണ്ടായിരുന്നില്ല, കുഞ്ഞ് കൈകളല്ലേ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് കരിവളകൾ ഞാൻ നോക്കിയപ്പോൾ കരിവളകൾ ഇച്ചിരി വലുതായിരുന്നു. പിന്നെ അതിൻ്റെ ഈ സൈഡ് ഭാഗത്തുകൂടി കുറച്ച് വൈറ്റ് ഡോട്ടുകളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കരിവളകളായിരുന്നു. അപ്പോൾ കുഞ്ഞുവാവ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾ 1 വയസ്സായിട്ടും വായിൽ വിരലും ഇടുന്നുണ്ട്. മാത്രമല്ല കൈ എന്തുണ്ടെങ്കിലും എടുത്തിട്ട് വായിലോട്ട് കയറ്റി വെക്കും. അപ്പോൾ ഈ ഡോട്ടൊക്കെ ഇങ്ങനെ വായിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വിഴുങ്ങിപ്പോയാലോ എന്ന് മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇസമോൾക്കുള്ള കരിവളകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേനാണ് വാവകൾക്കുള്ള കരിവളകൾ ഏറ്റവും അറ്റത്തെ മൂലക്കിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കുറച്ച് കിട്ടി, ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്കുള്ള ബുഷുകൾ, കുറച്ച് കുഞ്ഞു സ്ലൈഡുകളും അങ്ങനെ കുറച്ചെണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൺമഷിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ കൺമഷി കോട്ടക്കലിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു, പക്ഷേ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കോട്ടക്കൽ വരെ പോകണ്ടല്ലോ, ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഐടെക്സിൻ്റെ വാങ്ങിച്ചു. ഐടെക്സിൻ്റെ നല്ല ബ്രാൻഡാണല്ലോ, അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവയ്ക്ക് ഇസമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇസമോൾ മൊത്തത്തിൽ കിടന്നിട്ട് പർച്ചേസിങ് ആയിരുന്നു അവിടെ മൊത്തം. ഐബ്രോ എടുക്കുന്നു, ഇപ്പം മേക്കപ്പൊക്കെ ഭയങ്കര രീതിയിലൊക്കെ അറിയാം. എല്ലാം പൗഡർ, ക്രീം, എപ്പോൾ ഇടണം, എപ്പോൾ ഇടണ്ട, ഏതൊക്കെയാണ് എപ്പോൾ ഇടേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ അവൾക്ക് ഓൾമോസ്റ്റ് അറിയാം കേട്ടോ. പിന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നപ്പോഴത്തേന് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാടിയിരിക്കുകയായിരുന്നേ. അവർ എല്ലാ ദിവസവും പുതിയ ഫ്ലവേഴ്സായിട്ടോ കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് മുല്ലപ്പൂവും കൂടി ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. വാവയുടെ ആദ്യത്തെ ഓണമല്ലേ, അപ്പോൾ ഇച്ചിരി മുല്ലപ്പൂവൊക്കെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അതെല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വന്നത് എടുത്താൽ മതി. അങ്ങനെ വളകളും എല്ലാം മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കടുക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചാനോട് പറഞ്ഞു വിട്ടപ്പം ഞാൻ വിട്ടുപോയതാണ്. അപ്പം കടുകൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ലുലുവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചു. അപ്പം നമ്മുടെ ഉത്രാടപ്പാച്ചിൽ കുറച്ച് അത്യാവശ്യം വെജിറ്റബിൾസ്, ഒരു കാരണവശാലും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുന്ന പരിപാടിയേ ഇല്ല ഗൈസ്.
അപ്പോൾ നമ്മൾ തന്നെയാണ് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെന്നല്ല, ഞാൻ തന്നെയാണ് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. വീട്ടിലുണ്ടായിരുന്നപ്പം എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു കഷ്ടപ്പാടൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം ഞാൻ അതൊരു ചലഞ്ചായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റെടുത്തതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവയുടെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുടെയും കൂടി ഇച്ചാൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ കുറേ പച്ചക്കറികൾ, അത്യാവശ്യം പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേർ കൂടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് കൊടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കൂട്ടിയാണ് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ചെന്നപ്പോൾ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാളാഞ്ചി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇച്ചിരി ചോറും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഉത്രാടത്തപ്പനെ വരവേൽക്കാനായിട്ട് റൂമുകളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. നല്ല രീതിയിൽ പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ. പൊടിയും പിന്നെ തുടയ്ക്കലും പിടിക്കലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാലോ എന്ന് വെച്ചപ്പം ഈ കുറുമ്പത്തി പെണ്ണാണെങ്കിൽ വന്ന് ആ ചൂലെല്ലാം എടുത്ത് ഇതിലൂടെ എല്ലാം ആക്കി ഒരു രീതിയിലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തിട്ട് ഞാൻ ഇവരുടെ സ്ഥലത്ത് കൊണ്ട് വെക്കും. അവിടുന്ന് പെറുക്കി പിന്നെയും നിലത്തോട്ടിടും. എനിക്ക് മൊത്തത്തിലൊരു പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായപ്പോഴത്തേന് ഇച്ചായൻ ഇവരെയും കൊണ്ട് നടക്കാനെന്നും പറഞ്ഞു പോയി. അപ്പോൾ ആ ടൈമിൽ ഞാൻ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ സ്പീഡപ്പ് ചെയ്ത് പോകുമ്പോഴത്തേന് നമ്മുടെ നടുവിൻ്റെ ഉണ്ടല്ലോ, ഇഞ്ചാങ്കണ്ണിയുടെ മൊത്തം ഭാഗവും പോകുന്ന മട്ടാണ് ഗൈസ്. കാരണം ആകെ കുറച്ച് മുറിയുള്ളെന്ന് പറഞ്ഞാൽ പോലും അത്രയും പൊടി, ഒരു മരുഭൂമിയിലെ പൊടി മുഴുവൻ ഇങ്ങോട്ട് ലാൻഡ് ചെയ്ത് വിട്ട പോലെ ഉണ്ടായിരുന്നു. അത്രയും പൊടിയും പിന്നെ തൂക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ പകുതി ഐസ് തീർന്നു ഗൈസ്. പിന്നെ ഉത്രാടത്തിൻ്റെ തലേദിവസമാണല്ലോ ഇഞ്ചിക്കറിയൊക്കെ വെക്കണം. അങ്ങനെ ഇഞ്ചിക്കറിയും പിന്നെ അച്ചാറ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ തലേദിവസം വെച്ചു. അപ്പോൾ അതാ ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കണ്ടു. ഇതൊക്കെ ഇങ്ങനെ ഒരു സ്നേഹപ്രകടനമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ വീഡിയോകൾ നമുക്ക് കാണാം.